Hello gamers, welcome back to Kemi episode 4. നമ്മൾ ഇന്നൊരു അയൺ ഫാർം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ഈ നിൽക്കുന്ന പോലെ നിന്ന് കഴിഞ്ഞാൽ അയൻകോളത്തിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര അയണൊന്നും കിട്ടില്ല. നമ്മൾ ഇന്നൊരു അയൺ ഫാർം ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമുക്ക് അയണൊക്കെ ആവശ്യം വരും. അതിന് വേണ്ടി നമുക്ക് കേവിലൊക്കെ പോയി ഇറങ്ങേണ്ടി വരും. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ മണ്ടനെ ഞാൻ കൊന്നിട്ട് നിലത്തോട്ട് ഇറങ്ങാം. ചാകടാ. ഓക്കെ, അവൻ ചത്തുപോയി. ഇനിയിപ്പോ താഴോട്ട് ഇറങ്ങാം. നമുക്ക് എത്ര അയൺ കിട്ടി? 3 അയണേ കിട്ടിയുള്ള. 3 അയണെങ്കിൽ 3 അയൺ. നമുക്ക് ഇനി അയൺ ഫാം ഉണ്ടാക്കാനുള്ള വില്ലേജസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അയൺ ഫാം ഉണ്ടാക്കാൻ നമുക്ക് അയൺ അത്ര മതി. ഹോപ്പറൊക്കെ ഉണ്ടാക്കണ്ട. ഇനി നമുക്ക് വീടിന്റെ മേളിലോട്ട് പോകാം. വീടിന്റെ മേളിൽ നമ്മുടെ ചെസ്റ്റ് ഒക്കെ ഞാൻ അടുക്കി വെച്ചു. നമ്മുടെ ഈ ചെസ്റ്റിനകത്താണ് നമ്മുടെ ചെസ്റ്റ്. ഈ ചെസ്റ്റിനകത്ത് ഞാൻ എന്റെ വാല്യുബിൾ ഐറ്റംസ് ഒക്കെ വെക്കാറുണ്ടല്ലോ. ഇവിടെ എന്റെ ചവറൊക്കെ കൊണ്ടുപോകാം. നമുക്ക് ഇവിടെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വെളിയിൽ ചുമ്മാക്കെ കറങ്ങി നടക്കാം. ഒരു വില്ലേജർ ഇവിടെ ഉണ്ട്. കുറച്ച് ഫാർമർമാർ ഇവിടെ ഉണ്ട്. ഇത് അയങ്കോളം. ഒരു വില്ലേജ് 2 അയങ്കോളം ഉണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ? അത് ഈ അയങ്കോളം നമ്മളെ കൊല്ലുവോ ഇല്ലെന്നാ തോന്നേ. നമുക്ക് ഈ വില്ലേജിൽ ഇരിക്കുന്ന ബെഡ് എല്ലാം അങ്ങ് പൊട്ടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാകത്തുള്ളൂ. നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റും. 3 ബെഡ് വേണം നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കാൻ. ഞാൻ എല്ലാം കളക്ട് ചെയ്യട്ടെ. എന്റെ കയ്യിരുന്ന ഇതൊക്കെ എന്ത് ചെയ്യും? പിന്നെ എന്റെ കണ്ണെന്താ ഒരു കണ്ണ് ചുമന്നിരിക്കുന്ന അതെന്തെങ്കിലും ആട്ടെ. പിന്നെ നമ്മളെ മദാര നമുക്ക് ആറമറൊക്കെ തന്നു. പിന്നെ നമ്മുടെ ഇച്ചിരി ഒരു അയങ്കോളത്തിനെ കൊല്ലുന്ന കണ്ടില്ലായിരുന്നു. ആ അയങ്കോളം നമ്മളെ കൊന്നിട്ട് നമ്മുടെ ലെഗിൻസും കൊണ്ട് പോയി. ഇൻട്രോ എടുത്തോണ്ടിരിക്കുമ്പോൾ അവനെ തല്ലിയതറിയാതെ. എനിക്കിതുവരെ ഇവിടെ ഈ വില്ലേജ് ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ വീടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഫുഡില്ല. നമുക്ക് ഫുഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഈ വില്ലേജ് ഇത്രയും ബെഡ് ഉള്ളെന്നാ തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇനിയും ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം. കയ്യിലിരിക്കുന്ന ബെഡെല്ലാം അതിനകത്തോട്ട് വെച്ചേക്കാം. നമുക്ക് അയങ്കോളം ഫാം ഉണ്ടാക്കാം. അയങ്കോളം ഫാം അല്ല, അയൺ ഫാം. എനിക്ക് റീപ്ലേ മോഡ് എടുക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ റീപ്ലേ മോഡ് നിങ്ങളെ കാണിച്ചേനെ. നമുക്ക് എങ്ങോട്ട് അയൺ ഫാം വെക്കാം? ഇതായാലും നമ്മുടെ വീടിന്റെ അടുത്തൊന്നും വേണ്ട. ഇങ്ങോട്ട് എടുത്ത് വെച്ചാല് ഈ വില്ലേജിന്റെ ഈ നടുക്കങ്ങാനാണ്. വില്ലേജ് അയൺ ഫാം വെക്കല്ലെന്ന് വല്ലതും ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഒരു ബെഡും കൂടെ ഉണ്ട്. മാറാ ബെഡിന്ന്. ഇതാര് നീനീറ്റ് പോടാ. അങ്ങനെ ഞാൻ തീരുമാനിച്ച് നമുക്ക് ഇവിടെ വെക്കാം. നമ്മുടെ വീട് അവിടാണ്. അയൺ ഫാം ഇവിടാണ്. നമുക്ക് ഹോപ്പറൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് അയണൊക്കെ വേണം. പിന്നെ നമുക്ക് ലാവാ ബക്കറ്റ് പിന്നെ അത് ആവശ്യമാണ്. മദാരയുടെ ബേസിക് ഉണ്ട് അയൺ ഫാം ഇല്ലേ, അതേ അയൺ ഫാം. എനിക്ക് അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ കിട്ടിയായിരുന്നു യൂട്യൂബിൽ നിന്ന്. നമുക്ക് കയറാൻ ഞാൻ ഇവിടെ ഒരു ചെറിയ വഴിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറാം. ഗൈസ്, നമ്മളിത് ഉണ്ടാക്കി. ഇനി എനിക്ക് ഈ വില്ലേജസിനെ കൂടെ കൊണ്ടുവന്നാൽ മതി ഗൈസ്. ഞാൻ 3 വില്ലേജസിനെ ആദ്യം കൊണ്ടുവന്നായിരുന്നു. പക്ഷെ ആ മണ്ടന്മാര് തന്നെ ഇറങ്ങി ഈ ലാവേ ചാടി ചത്ത്. ഞാൻ എന്ത് കൊടുക്കാനാ? എന്റെ കുഴപ്പമല്ല. ലാവേ ചാടി ചത്ത്, അല്ലെങ്കിൽ ഈ മണ്ടൻ കൊന്ന്. ഇത് എന്നെയും കൊല്ലാൻ നോക്കുന്നു. ഞാൻ വെളിയിറങ്ങട്ടെ. അവിടെ ഏതൊരു വില്ലേജറും കൂടെ ഉണ്ട്. പിന്നെ വേറൊരു വില്ലേജറിനെ കൂടെ കൊണ്ടുവന്നിട്ട് ഒരുത്തനെ ബ്രീഡ് ചെയ്തിട്ട് മറ്റേ കുഞ്ഞിനെ വലുതാക്കി ഇവിടെ എത്തിയാൽ മതി. ഇപ്പോൾ വേറെ വില്ലേജറൊന്നും ഇല്ല ഇവിടെ. ഇനി ഒരു വില്ലേജർ ബാക്കി. ഞാൻ ഇനി എന്ത് കൊടുക്കും? ഞാൻ അയൺ ഫാം ഉണ്ടാക്കി. പക്ഷെ അയൺ ഫാമിൽ നിന്ന് ഞാൻ കുറെ വില്ലേജസിനെ ഇവിടെ കൊണ്ടിട്ടു. പക്ഷെ ഒരു വില്ലേജറും കൂടെ ഉണ്ടായിരുന്നു. എന്താ ഇവിടെ നടന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഫുള്ള് വില്ലേജസിനെ മറച്ചിട്ട് സോംബിയെ പിടിക്കാനായിട്ട് ഇതിലൂടെ ബോട്ട് വെച്ചു. എന്നിട്ട് അതിലൂടെ ഇറങ്ങി. ഇപ്പോൾ ഒരു സോംബിനകത്ത് കയറി. അപ്പോൾ ഇവിടെ കിടന്നൊരു വില്ലേജർ ഇങ്ങനെ കറങ്ങി ഈ ബോട്ടിനകത്ത് കയറി. സോംബിയുടെ കൂടെ ചെന്ന് കയറി. സോംബി അവൻ അടിച്ചു കൊന്ന് സോംബി വില്ലേജറാക്കി. എന്നിട്ട് 2 കൂടെ എന്നെ തല്ലിക്കൊന്നു. എൻ്റെ എൻ്റെ ഇതൊക്കെ പോയി. ഇനി വില്ലേജർ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഈ വില്ലേജ് ഇല്ല. അപ്പുറത്തെ വില്ലേജിൽ ഇനിയും ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരുപാട് സമയം എടുക്കും. അയൺ ഫാം ഇന്നുണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ മിക്കവാറും ആരെങ്കിലും സഹായത്തിന് വിളിക്കും. എനിക്ക് ഒറ്റയ്ക്ക് ഇതുണ്ടാക്കാൻ അറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് അയൺ ഫാം ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ.